കൊല്ലം പീരങ്കി മൈതാനത്ത് മാലിന്യം നിക്ഷേപിക്കാൻ ലോറികൾ വന്നു. നിരവധി കായിക താരങ്ങൾ പരിശീലനത്തുന്ന സ്ഥലത്താണ് മാലിന്യവുമായി ലോറികളെത്തിയത്. ഈ മാലിന്യം ലോറികളിൽ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. കൊല്ലം പീരങ്കി മൈതാനത്ത് നിന്ന് അരുൺ രാജ് തത്സമയം ചേരുന്നു. അരുൺ, ശരിക്കും ഈ മൈതാനത്തൊക്കെ തന്നെ മാലിന്യം നിക്ഷേപിക്കുന്നു എന്നുള്ളത് സ്ഥിരമായുള്ള പരിപാടിയാണോ അതോ ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ ഇത്? ഇത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി തുടർച്ചയായി തന്നെ ഇങ്ങനെയാണ്. കാരണം കൊല്ലം പീരങ്കി മൈതാനം കല്ലുമാല സമരത്തിന് പേരുകെട്ട സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏടുകളിൽ എഴുതി ചേർത്തപ്പെട്ട ഈ പീരങ്കി മൈതാനത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇത് നഗരത്തിലെ മുഴുവൻ വേസ്റ്റും, അത് കോഴി വേസ്റ്റ് അടക്കമുള്ള മാലിന്യങ്ങൾ ഇവിടേക്ക് എത്തിച്ചത് ഈ കാണുന്നത് പോലെ. ഈ എന്റെ ക്യാമറാമാൻ ഈ ദൃശ്യങ്ങൾ കാണിക്കും. ഈ ഇവിടെ കുഴിച്ചു മൂടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുഴിച്ചു മൂടി ഇതിനുശേഷം ഈ മറ്റു വാഹനങ്ങളിലെത്തി പുറത്തേക്കടക്കം കൊണ്ടുപോവുകയാണ്. ലക്ഷങ്ങളടക്കം ടെൻഡർ എടുത്ത് കരാറെടുത്താണ് ഇത്തരം മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. നമുക്ക് ഇവിടെ മൂക്ക് പൊത്താതെ സത്യം പറഞ്ഞാൽ നിന്നുകൊണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെ നിരവധിയായി കായിക താരങ്ങൾ, സായിഡടക്കം കായിക താരങ്ങൾ രാവിലെ അടക്കം പരിശീലനത്തിലാണ്. ഇന്ന് രാവിലെ കുട്ടികൾ പരിശീലനത്തിലെത്തിയപ്പോഴും വാഹനങ്ങളുടെ നീണ്ട നിര, ഈ കിടക്കുന്ന വാഹനങ്ങളെല്ലാം മാലിന്യം പേറി ഇന്ന് രാവിലെ ഇവിടെ എത്തിയതാണ്. നഗരസഭ ഇവിടെ നിന്ന് 100 മീറ്റർ അകലെ മാത്രമാണുള്ളത്. യാതൊരു നടപടിയും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസവും ഈ വിഷയം നമ്മൾ മേയറുടെ മുമ്പിലടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പൊതുജനം കരുതിയല്ല എന്ന പരിപാടിയിലൂടെ നമ്മൾ ഈ വിഷയം പൊതുജനങ്ങൾക്ക് മുമ്പിലേക്കും എത്തിച്ചതാണ്. അന്ന് ശക്തമായ നടപടി ഉണ്ടാകും എന്ന് മേയർ പറഞ്ഞു. അതിനുശേഷം 2 ദിവസം ഇക്കാര്യത്തിൽ കാര്യമായ രീതിയിൽ മാലിന്യം കൊണ്ടുവന്നില്ല. വീണ്ടും മാലിന്യവുമായുള്ള വാഹനങ്ങളാണ് ഈ പീരങ്കി മൈതാനത്തേക്ക് എത്തുന്നത്. ആരോടിനി പരാതി പറയും എന്ന് വിലപിക്കുകയാണ് സായിലെ നമ്മുടെ കായിക താരങ്ങൾ. ഇന്ത്യയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാകേണ്ട ആ കായിക താരങ്ങൾക്കാണ് ഈ ദുർഗതി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ വാഹനങ്ങളുടെ വലിയ നിര തന്നെയാണ് രാവിലെ അടക്കം ഇപ്പോഴുള്ളത്. എസ്കേൻ, ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ പീരങ്കി മൈതാനത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന പരിപാടി ഇന്നുകൊണ്ടങ്ങ് അവസാനിപ്പിക്കണം. നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.